ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് ഡോനറ്റ് ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാമേ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഡോനറ്റ്സ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ ഇപ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാമേ. സോ ആദ്യം ഞാൻ ഇതിലേക്ക് ബട്ടർ ഇടാൻ പോവാണേ. 3 ടേബിൾ സ്പൂൺ ബട്ടർ. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പാലൊഴിക്കാൻ പോവാണേ. എല്ലാം റൂം ടെമ്പറേച്ചറിലാണ്, ചൂടൊന്നുമില്ല. കാണുക, പാലൊഴിച്ചു. ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്തു. ഇതിലോട്ട് ഈസ്റ്റ് ഇടാൻ പോവാണ്. ഈസ്റ്റ് 1 ടീസ്പൂണാണ്. ഈസ്റ്റ് ഇട്ടു. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാൻ പോവാണ്. ഷുഗർ ഇട്ട് 3 ടേബിൾ സ്പൂൺ. അതിലേക്ക് 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ടു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. വിസ്ക് വെച്ച് മിക്സ് ചെയ്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നുവെച്ചാൽ ഈസ്റ്റൊക്കെ ഒന്ന് കുതിർന്ന്, ഈസ്റ്റൊന്ന് നമുക്കറിയണമല്ലോ നല്ല ഈസ്റ്റ് ആയിരുന്നോ എന്ന്. അപ്പോൾ അതിന് വേണ്ടി ഇത് അടച്ച് മാറ്റി വയ്ക്കാൻ പോവാണേ. ഇപ്പോൾ 10 മിനിറ്റ്, ഞാൻ 5 മിനിറ്റ് എന്നാണ് പറഞ്ഞത്, പക്ഷേ 10 മിനിറ്റ് ഞാൻ വെച്ചായിരുന്നേ. കാരണം ഇവിടെ അത്ര നല്ല ചൂട് ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കണ്ടില്ലേ, ഇപ്പോൾ നല്ല ബബിളി ആയിട്ടുണ്ട് ഈസ്റ്റ് എല്ലാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഇടാൻ പോവാണ്. 2 കപ്പ് ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ്. അതിടുക. ഇട്ടു. ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് ഞാൻ ഇട്ടിട്ട് നല്ലതായിട്ടിത് മിക്സ് ചെയ്യുവാണേ. മിക്സ് ചെയ്തെടുക്കാം. ഈ ഓൾ പർപ്പസ് ഫ്ലവറിലെല്ലാം വെറ്റ് ഇൻഗ്രീഡിയൻ്റ് എല്ലാം പറ്റി മോയിസ്റ്റ് ആവണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ കുഴച്ചൊന്നുമില്ല, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ല, അതൊന്നും കുഴക്കണ്ട, ചുമ്മാ എല്ലായിടും ആവണം. അങ്ങനായി കുഴച്ചിട്ട് ഇത് 2 മണിക്കൂർ വെളിയിൽ വെക്കണം പൊങ്ങാൻ വേണ്ടി. രാവിലെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ലെയർ ഇട്ട് ഞാൻ കവർ ചെയ്തേ. ഇനി ഒരു ലെയറും കൂടെ ഇതിൻ്റെ പുറത്ത് ഇടാൻ പോവാം. ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ ഒരു ലെയർ കൂടെ വെച്ച് കവർ ചെയ്യാൻ പോവാണേ. നന്നായിട്ട് കവർ ചെയ്ത്, ഫ്രിഡ്ജിലിരിക്കുന്നതല്ലേ, അപ്പോൾ കവർ ചെയ്തു. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുത്ത് നമുക്ക് ഡോനറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഡോനറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. പാലും മുട്ടയും ഈസ്റ്റും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഫ്രിഡ്ജിൽ ഇരുന്നതാണ്. ഞാൻ ഫ്രിഡ്ജിൽ ഇപ്പോൾ എടുത്ത് പുറത്തോട്ട് വെച്ചു. അത് ഒട്ടും കുഴച്ചിട്ടില്ലേ. ഇത് ഇനിയുമ്പോൾ പരത്തി ഷേപ്പ് ചെയ്യാമേ. ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ടേ പരത്താൻ സൗകര്യമാണ്. അതൊന്നും കൂടെ ഫ്രിഡ്ജിൽ ഇരുന്നതിനെയാണ് എടുത്ത് ഒന്ന് മയപ്പെടുത്തി. കുഴയ്ക്കൊന്നും ചെയ്യേണ്ടത്, കുഴയ്ക്കാതെ ഉണ്ടാക്കാവുന്ന ഡോനറ്റാണേ. അല്ലാതെ മിക്സ് ചെയ്ത് വെച്ച് 2 മണിക്കൂർ വെളിയിൽ വെക്കണം. അത് കഴിഞ്ഞ ശേഷം അതെടുത്ത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കണം. എന്നിട്ട് രാവിലെ എടുത്താണ്. നല്ല മയമുണ്ട് ഇത്, അതുകൊണ്ട് ഇത് കയ്യെ പറ്റത്തില്ല. ഫ്രിഡ്ജിൽ ഇരുന്നാണ് പരത്താൻ പോവാണേ. ഞാൻ പരത്തി. ഇത് നിങ്ങൾ പരത്തുമ്പം പ്രയാസമായിട്ട് തോന്നുന്ന ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരം പുറത്ത് വെച്ചിട്ട് നിങ്ങൾ പരത്തിയാൽ മതി. ഞാനൊരു കുപ്പിയുടെ അടപ്പാണ് ഉപയോഗിക്കുന്നത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി. മെഷറിംഗ് കപ്പും ഒരു അതിൻ്റെ അകത്തേക്ക് ഞാനൊരു കുഞ്ഞ് കുപ്പിയുടെ അടപ്പ്. അപ്പോൾ ഇതൊക്കെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഡോനറ്റ് മേക്കർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. സൈഡ് നടുവശത്തെ കൂടെ ഇളക്കി കളയും. ഇത് ഞാനൊരു പാത്രത്തിൽ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, ഈ ട്രെയിൽ. അപ്പോൾ അതിലോട്ട് വയ്ക്കുവാണേ. ഇത് എണ്ണയിൽ വറുത്ത് പോരും. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഉണ്ടാക്കിയിട്ട്
മിച്ചമുള്ള മാവ് ഇനി വീണ്ടും നമുക്ക് കുഴച്ചിട്ട് വീണ്ടും പരത്തി ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഡോണറ്റ്സ് ഒക്കെ ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു മാവ്, അപ്പോൾ അങ്ങനെ ടിംബിറ്റ്സായിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഓർത്തിട്ടിരിക്കുകയാണ്. അതൊരു ഡോണറ്റിനുള്ള ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ ഇനി ഇത് വറക്കാൻ പോയണ്ണയില്ല, ഇതിൽ എണ്ണ വറുത്ത് കഴിയുമ്പോൾ ഇത് ഗ്ലേസ് ആവണമല്ലോ, അതിനു വേണ്ടിയുള്ള സിറപ്പ് ഉണ്ടാക്കാം. അതിന് ഒരു 5 ടേബിൾ സ്പൂൺ ബട്ടർ, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ, എല്ലാം നോർമൽ റൂം ടെമ്പറേച്ചറിലാണ്. അതിലോട്ട് 1 ടീസ്പൂൺ വെനില എസൻസ്, എന്നിട്ട് 2 കപ്പ് ഐസിങ് ഷുഗർ, പൗഡേർഡ് ഷുഗറാണ്, അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ പുറത്തും കൊണ്ട് തന്നെ മിക്സ് ചെയ്യുവാണ്, കട്ട കെട്ടാതെ. അപ്പോൾ മിക്സ് ചെയ്തു. ഇതാ കൺസിസ്റ്റൻസി. ഇപ്പോൾ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കട്ടിയായിട്ട് തോന്നുന്നു വെച്ചാൽ പാലൂടെ ഒഴിച്ചിട്ട് കണ്ടോ, ഇതാ കൺസിസ്റ്റൻസി. ഇതിലൊക്കെ നമ്മൾ വറുത്ത ഡോണറ്റ് ഇട്ട് എടുക്കും. മധുരമുണ്ട്, പഞ്ചസാരയല്ലേ. അപ്പോൾ വറക്കാൻ പോവാണേ, ഡോണറ്റ് വറുത്തെടുക്കാം. ഞാൻ എണ്ണ ചൂടായോ നോക്കാൻ പോവാണേ. ഒരിച്ചിരി പീസ് പറിച്ചിട്ട് നോക്കാം. ഡോണറ്റിന് ടിംബിറ്റ്സിന് വെച്ചേക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ടാണ്, ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ, ഓരോന്നിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്ത്, കാര്യം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഒരെണ്ണം കൂടി ഇടാമായിരിക്കും. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കോരുവാണേ, എന്നിട്ട് അടുത്ത ബാച്ച് ഇടാം. തീ കുറച്ചിട്ടുണ്ടാക്കണേ, ഇല്ലെങ്കിൽ ഇത് വാങ്ങിപ്പോകുമേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചേറെ എണ്ണ ഒഴിച്ചുണ്ടാക്കാം, പക്ഷെ ഞാനത് പിന്നെ എണ്ണ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്നോർത്താണ് കുറച്ച് എണ്ണ ഇട്ടുണ്ടാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഒരെണ്ണം കൂടി ഇടാം, രണ്ടെണ്ണം ഇട്ടിട്ട്. ഇത് വറക്കുമ്പോൾ ഉണ്ടല്ലോ വെനിലയുടെ മണം വരുന്നുണ്ട്. ലാസ്റ്റത്തെ ഡോണറ്റും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ കറക്കാം, അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ആയി വരും. ഇത് റെഡിയായി, ഇതെടുക്കാൻ പോവാണ്. എടുത്തു, എണ്ണ ഓഫ് ചെയ്തു. ഇനി ഇത് നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പില്ലേ, സിറപ്പ് പോലത്തെ അതിലിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കും. ഇതിലേക്ക് ഇടാൻ പോവാണ്, ഒരെണ്ണം എടുത്ത് ഇടാൻ പോവാം. ഇട്ട് ഇത് ഞാൻ വയർ റാക്കിൽ വയ്ക്കുന്നേ. അപ്പോൾ മിച്ചമുള്ളത് തന്നെ അതിൻ്റെ അതങ്ങ് ഒഴുകിപ്പോളും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വലിപ്പം സൈസ് നിങ്ങൾക്ക് ചെയ്യാം. അതെ, ഇവിടെ നോക്കിക്കേ എൻ്റെ ഡോണറ്റ്, ഇത് ഗ്ലേസ് ചെയ്യാൻ നോക്കി. ഇത് മുറിക്കാം, നോക്കിയേ എന്ത് സോഫ്റ്റാണ് നോക്കിക്കേ. സോഫ്റ്റ്, ഒരു പഞ്ഞി പോലെ. അലിഞ്ഞു പോകുന്നു വായിന്ന്. വനിലയുടെ നല്ല, ഞാൻ പറഞ്ഞ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, അത് മണം നല്ല ഉണ്ട്. ഇത് ഷുഗറിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് പോലും പെർഫെക്റ്റ് ആണ് മധുരം, എല്ലാ ഭാഗത്തിനും.
നല്ല ഈസി ഉണ്ടാക്കാൻ പറ്റും, ടേസ്റ്റിയാണ്. ഇത് ഈസി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്രാവശ്യം എണ്ണയില്ല, അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ എയർ ഫ്രയറിൽ ഉണ്ടാക്കാം, എണ്ണ ഇല്ലാതെ ഉണ്ടാക്കാൻ കാണിക്കാമേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാം, പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് അറിയിക്കണം. ഓക്കെ, ഒരെണ്ണം കൂടി തിന്നാൻ പോവാണേ.